ഏത് വയസ്സിലാണ് ആദ്യമായി കേരളം വിട്ട് യാത്ര ചെയ്തത്? ആം, ഒരു 20-ാമത്തെ വയസ്സിലാവും. എങ്ങോട്ടായിരുന്നു? അത് എനിക്ക് തോന്നുന്നു സിംഗപ്പൂർ. എന്തിന്? MFPA ഞങ്ങളുടെ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു ആർട്ടിസ്റ്റ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് പുറത്ത് പോകുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്നെക്കാളും മോശം കണ്ടീഷനിലുള്ള പല ആളുകളും അന്ന് ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ എന്നെ ഒരുപാട് നമുക്ക് നമ്മുടെ ഒരു കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിയിട്ടുണ്ട്. അവർ എല്ലാ തരത്തിലും ഒരു നോർമലായിട്ടുള്ള ഒരാൾ എങ്ങനെയാണോ ലോകത്ത് ജീവിക്കുന്നത്, എങ്ങനെയാണോ സഞ്ചരിക്കുന്നത്, നമ്മളെ ശീലങ്ങളും ദുശീലങ്ങളും ഒക്കെ ഇപ്പോൾ എല്ലാം അടങ്ങിയതാണ് ഒരു മനുഷ്യൻ എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് തന്നത് ആ ഒരു യാത്രയാണ്. കാരണം അതിൽ ഇന്ത്യയിൽ മാത്രമുള്ള ആളുകളല്ല, വേൾഡ് വൈഡ് ആയിട്ടുള്ള കലാകാരന്മാരുണ്ടായിരുന്നു അന്ന് ആ ഒരു മീറ്റിംഗ്. അപ്പോൾ അത് അന്ന് അവരുമായിട്ടുള്ള സംസാരങ്ങളും അവർ ഒരാഴ്ചയോളം അവരോട് കൂടെയുള്ളൊരു ആ ദിവസങ്ങളൊക്കെ നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയി. ഈ സിനിമ പോലുള്ള മാധ്യമങ്ങൾ വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ ആദ്യമായി വന്നത് വരയായിരിക്കും. ചിത്രങ്ങളിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ സമൂഹം ആദ്യം സംവേദിച്ചത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ചെറിയ ഫ്രെയിമിൽ ഒരു വലിയ കഥ പറയാൻ സാധിക്കും. അപ്പം എങ്ങനെയാണ് അത് ഒരു മനുഷ്യൻ അനായാസമായി അവൻ്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന ജോലി നിങ്ങൾ പല്ലിൻ്റെ ഇടയിൽ കടിച്ചു പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം സ്ട്രെയിൻ ഉണ്ട്, അത് കഴിഞ്ഞത് കാണുമ്പോൾ മറ്റൊരാൾ ആ അർത്ഥം മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, നമുക്കെപ്പോഴും ഒരു കഥ പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ഉള്ളിലുള്ളൊരു ഫീലിങ്സ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അത് എനിക്ക് തന്നെ അത് അതിനൊരു രൂപം കൊടുക്കാനാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത്. അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ച അത്ര അർത്ഥത്തിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഞാൻ വിചാരിച്ചതിലും കൂടുതൽ അതിൻ്റെ മുകളിൽ ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്ത പല വർക്കുകളും നല്ല രീതിയിൽ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നി. അപ്പോൾ വരയ്ക്കുക എന്നുള്ളത്, പെയിൻറ്റിങ് ചെയ്യുക എന്നുള്ളതൊക്കെ അതൊരു എൻ്റെ കൺട്രോളിലുള്ളൊരു കാര്യമല്ല എന്ന് തോന്നുന്നു എനിക്ക്. നമ്മളിലൂടെ അതങ്ങനെ സംഭവിക്കുന്നതാണ് അത്രമാത്രം. അതിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ചില ആളുകൾ പറ്റുന്നൊരു കൈ കൊണ്ട് ചെയ്യുന്നു, എന്നെപ്പോലെ ഒരാൾ ചിലപ്പോൾ അത് വായ കൊണ്ട് ചെയ്യുന്നു, വായ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾ കാലുകൊണ്ട് ചെയ്യുന്നവരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളത്. അപ്പോൾ അതിന് നല്ല രീതിയിൽ ആളുകളുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ അഭിപ്രായങ്ങൾ വരുമ്പോൾ നമുക്ക് സന്തോഷം തന്നെ. എത്രമാത്രം സ്ട്രെയിൻ എടുത്താണ് വരയ്ക്കുന്നത്? എനിക്ക് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയാനുള്ളൊരു കാര്യം, തുടക്ക സമയത്ത് എനിക്ക് ഈ കണ്ണിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. അത്ര അടുത്താണ് ഡിസ്റ്റൻസ് വളരെ കുറവാണ്, ചെറിയ ബ്രഷുകളാവും. അപ്പോൾ നമ്മൾ ചെറിയ 0 പോയിൻറ്റ് ബ്രഷിൻ്റെ ഒക്കെ, അത് പെയിൻറ്റിങ് ചെയ്യുന്നവർക്കറിയാം, 0 പോയിൻറ്റ് ബ്രഷിൻ്റെ രണ്ടറ്റും കൂർത്തിരിക്കും. വായിൽ വെക്കുന്ന ഭാഗവും കൂർത്തിട്ടിരിക്കും. അപ്പം അന്ന് അത് എന്തെങ്കിലും സേഫ്റ്റിയിൽ ചെയ്യണം എന്നുള്ള ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വായിൽ വെച്ചിട്ട് ബ്രഷ് പെയിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ ബോർഡിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് അതിൻ്റെ ഒരു അകലം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഈ ബ്രഷിൻ്റെ ഒരറ്റം അതിൽ കുത്തിപ്പോയി, ബോർഡിൽ കുത്തിപ്പോയി. അങ്ങനെ ഇത് ശരിക്കും വായിൽ തട്ടി ചോര വന്ന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു തുടക്ക സമയത്ത്. അങ്ങനെ 10-11 വയസ്സിലല്ലേ? അല്ല 15 വയസ്സിന് ശേഷം. 15 വയസ്സിന് ശേഷം ഇങ്ങനെയുള്ള ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഉമ്മ പറഞ്ഞത് അത് ഇനി നിർത്തിക്കോ, അത് വേണ്ട. കാരണം അന്ന് നമ്മുടെ ഒരു ബുദ്ധിമുട്ടും പ്രയാസം കണ്ടിട്ടാണ് അത് പറഞ്ഞത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ആയിരുന്നില്ല. അത് ഒക്കെ ഈ ഒരു കാര്യം നോർമലായിട്ടുള്ള ഒരാളെ പോലെ അല്ല ചെയ്യുന്നത്. ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ വേറൊരു തരത്തിലുണ്ടാവാം. നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലല്ല, തുടക്ക സമയത്തും കൂടിയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ളതുണ്ട്. പിന്നെ കണ്ണിൻ്റെ പ്രശ്നം ഇപ്പോഴും ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് പിന്നെ കുറേ സമയം ഒരേ പൊസിഷനിൽ ഇരിക്കേണ്ടി വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ മറക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആ പെയിൻറ്റിങ് നമുക്ക് തരുന്നൊരു സന്തോഷമുണ്ട്, അതിൻ്റെ ഒരു ഫിനിഷിങ് സ്റ്റേജിൽ. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം. നമുക്ക് കഴുത്ത് വേദനിക്കില്ലേ കുറേ? അതൊക്കെ ആദ്യഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴതൊന്നും. ക്യാൻവാസ് ഫിക്സ്ഡ് തന്നെയല്ലേ? ഫിക്സ്ഡ് ആണ്. നിങ്ങൾ മൂവ് ചെയ്യും. അതെ.
അപ്പോൾ ഇതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിന് കുറച്ച് നേരം അകന്ന് വന്നിരുന്ന് നോക്കി നോക്കും, അത് ബാക്കിലേക്ക് പുറകിലേക്ക് വന്നിരിക്കും. ആദ്യ കാലത്തിൽ സഹായിക്കാൻ ആരാ, സഹോദരങ്ങൾ ആരെ കൂടെ? ഉമ്മ, ഉപ്പ, പിന്നെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, സഹോദരൻ സഹോദരി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും എനിക്ക് കിട്ടി എന്നുള്ളത് അത് ദൈവത്തിനോട് ഇപ്പോഴും ഞാൻ നന്ദി പറയുന്നത്. പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ വൈഫിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും. ജസ്ഫറിൻ്റെ ലോകത്തേക്ക് ഫാത്തിമയുടെ ലോകം വന്നു കയറിയത് എങ്ങനെയാണ്? ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. അന്ന് ഞാനൊരു NGO-യിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് ഫാത്തിമ കമൻറ്റ് ചെയ്യും, വെറുതെ കമൻറ്റ് ചെയ്യും. എന്തെങ്കിലും അവൾക്ക് താല്പര്യമാണ് അങ്ങനത്തെ വിഷയങ്ങളോടൊക്കെ. അങ്ങനെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ പരസ്പരം ഇടയ്ക്ക് ഞങ്ങൾ സംസാരിക്കും. അവൾ കവിതയും കാര്യങ്ങളൊക്കെ എഴുതുന്നതുകൊണ്ട് പെയിൻറ്റിങ്ങും ഈ വരികളും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ കുറേ സമയം സംസാരിക്കും ഓൺലൈനും. ആ സംസാരം പിന്നെ ഒരു ഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഇഷ്ടമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചു, അവളുടെ വീട്ടിൽ അവതരിപ്പിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ അത് ഒരു ഘട്ടത്തിൽ എല്ലാവരുടെയും സമ്മതത്തോടെയും സമ്മതമില്ലാത്തവരുടെയും ഒക്കെ എന്താ പറയുക, അങ്ങനെ ഒരു ഘട്ടത്തിൽ അതങ്ങനെ സംഭവിച്ചു പോയി. കലകളുടെ ഒത്തുചേരലാണല്ലേ? ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് 1 വർഷം ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവൾ ഒമാനിലായിരുന്നു ആ സമയത്ത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നേരിൽ ഞങ്ങൾ കാണുന്നത് എയർപോർട്ടിൽ വെച്ചതാണ്, നിക്കാഹിൻ്റെ അന്ന് രാവിലെ. അവിടെ വന്ന് ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുക, അവളൊന്ന് വർക്ക് ചെയ്യാണ് ഒമാനിൽ, എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവളുടെ എല്ലാവരും ഫാമിലിയും കാര്യങ്ങളും ഉമ്മയും ഉപ്പയും അവളുടെ സഹോദരങ്ങളും സഹോദരിമാരും എല്ലായിട്ടും അവൾ ഒമാനിൽ വർഷങ്ങളായിട്ട് അവിടെയാണ് സെറ്റിൽ ചെയ്ത ഫാമിലിയാണ് അവർ. അപ്പോൾ ഇങ്ങനൊരു ഞങ്ങളുടെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു പറിച്ച് നടുക എന്നുള്ള രീതിയിലാണ് ശരിക്കും അവൾ വരുന്നത്. അപ്പോൾ അതിൻ്റേതായുള്ള റിസ്ക് കാര്യങ്ങളെല്ലാം അവൾ സ്വയം ഏറ്റെടുത്ത് വന്നു എന്ന് തന്നെ പറയാം. ഇപ്പം ഈ വരകളുടെ ലോകത്ത് ഫാത്തിമയുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്? നമുക്ക് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ കവിത എഴുതി തരുമോ? അങ്ങനെയില്ല. എനിക്ക് എല്ലാ സമയത്തും ഒരാൾ ഒപ്പം വേണം, കളറെല്ലാം എടുത്ത് തരാനും മറ്റ് സെറ്റ് ചെയ്യാനെല്ലാം. ആ സമയത്ത് എനിക്കറിയില്ല, എല്ലാവരുടെ അനുഭവം എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര സെൻസിറ്റീവാകും. ഇങ്ങനെ ഒരു പെയിൻറ്റിങ് തുടങ്ങുന്നതിന് മുമ്പാണെങ്കിലും പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കും ദേഷ്യം വരും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. പിന്നെ അത് ഇങ്ങനെ ആലോചിക്കും, എന്തിനാപ്പോൾ ദേഷ്യപ്പെട്ട്. അതെല്ലാം മനസ്സിലാക്കി ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാൾ, കാരണം അതിങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഏതൊരാൾക്കും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ഈ ഒരു ലൈഫിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യം ഇതൊരു പാഷനായി, ഇപ്പോൾ പ്രൊഫഷനായി, പെയ്ഡായി. ആ മാറ്റം എന്ന് പറഞ്ഞേ. അത് നടക്കുന്നത് MFP, ഞങ്ങളുടെ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ അന്ന് ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ 25ഓളം പേരാണുള്ളത്. വേൾഡ് വൈഡായിട്ട് 800ഓളം കലാകാരന്മാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള കമ്പനികളുടെയൊക്കെ വർക്കുകൾ വരും. അപ്പോൾ ഗ്രീറ്റിംഗ് കാർഡായിട്ടും കലണ്ടറുകളായിട്ടും എല്ലാം ഇത് പ്രിൻറ്റിങ് മെറ്റീരിയലായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് MFP. അങ്ങനെയാണ് നമുക്കൊരു വരുമാനം എന്നുള്ള രീതിയിലും കൂടെ അതായി മാറുന്നത്. അതുപോലെ കോർപ്പറേറ്റ്സിൻ്റെ വർക്കുകൾ വരാറുണ്ട് MFP. പിന്നെ നമുക്ക് പേഴ്സണലായിട്ടുള്ള ഒരുപാട് സൗഹൃദങ്ങളിൽ നിന്നും അതുപോലെ അവരിൽ നിന്ന് പിന്നെ ഒരുപാട് നമ്മുടെ റെഫറലായിട്ടും അങ്ങനെയൊക്കെ കുറേ വർക്കുകൾ വരുന്നു. അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ നമുക്ക് അവർ പേ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ മെയിനായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനം. കിട്ടിയ അവാർഡുകൾ, അച്ചീവ്മെൻറ്റുകൾ എന്തൊക്കെയാണ്? MFPൻ്റെ 2019 ഏറ്റവും നല്ല പെയിൻറ്റിങ്ങിനുള്ള അവാർഡാണ്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം. അത് ഞങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും പെയിൻറ്റിങ് അവർ വാല്യുവേഷൻ ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ഒരു പെയിൻറ്റിങ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കഥകളിയുടെ ഒരു പെയിൻറ്റിങ് ആയിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് എടുത്തു പറയാവുന്നൊരു അവാർഡുള്ളത്.